ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് ഫ്രൈ തയ്യാറാക്കിയാലോ? ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ബീഫും മസാലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിവിടെ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഞാൻ ചേർക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയത്തിൽ അല്പം വ്യത്യാസം വരാം. ഇവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് അല്പം കൂടുതലൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ബീഫ് ഫ്രൈക്ക്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. 4 പച്ചമുളകാണ് ഞാൻ ചേർത്തത്. ഇത് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാള വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്തത്. ബീഫ് വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ സവാള ഇവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കാനുള്ളത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. കുക്കർ തുറക്കുമ്പോൾ അതിൽ വെള്ളം അധികമുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഈ ബീഫ് സവാളയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. 4 മിനിറ്റിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ബീഫ് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും ആ ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഇനി അധികം ഒഴിക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് കറിവേപ്പിലയൊക്കെ അല്പം കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചേർത്ത കുരുമുളക് പൊടിയും പെരിഞ്ജീരകം പൊടിച്ചതും അവസാനം ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ബീഫ് ഫ്രൈക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കളറൊന്ന് മാറി വരാനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് അല്പം കൂട്ടുകയൊക്കെ ആവാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.